പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ നിൽക്കുമ്പോൾ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ജനാധിപത്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. കേന്ദ്രസേന നാളെ പോകും, പക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് മമത പരസ്യമായി പറയുമ്പോൾ അതാരെയാണ് ലക്ഷ്യം വെക്കുന്നത്? എന്തിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സുരക്ഷാ കവചത്തെ മമത ഇത്രത്തോളം ഭയപ്പെടുന്നത്? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ബംഗാളിലെ ഈ ഭീഷണി രാഷ്ട്രീയത്തെയും അതിനെ നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സ്വീകരിച്ചിരിക്കുന്ന ശക്തമായ നിലപാടുകളെയുമാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുപരിപാടിയിലാണ് മമതാ ബാനർജി പോലീസുകാരെ ലക്ഷ്യം വെച്ച് വിവാദ പ്രസ്താവന നടത്തിയത്. മെയ് 4-ന് തിരഞ്ഞെടുപ്പ് ഫലം വരും, അതോടെ കേന്ദ്രസേന അവരുടെ നാടുകളിലേക്ക് മടങ്ങും. പക്ഷെ ഇവിടുത്തെ പോലീസുകാർക്ക് ഇവിടെ തന്നെ തുടരേണ്ടി വരുമെന്നായിരുന്നു അവരുടെ വാക്കുകൾ. ഇതിൽ ഒതുങ്ങുന്നില്ല. ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ വരെ തന്റെ പക്കലുണ്ടെന്നും അവരുടെ കാര്യം തീരുമാനിക്കുമെന്നും മമത പറഞ്ഞത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ. കേന്ദ്രസേനയുമായി സഹകരിച്ച നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ BJP ഏജന്റുമാർ എന്ന് വിളിച്ചുകൊണ്ട് അവരെ മാനസികമായി തളർത്താനാണ് മമത ശ്രമിക്കുന്നത്. വോട്ട് ചോദിക്കാൻ തങ്ങൾ ചെയ്ത വികസന കാര്യങ്ങൾ പറയുന്നതിനു പകരം പോലീസിനെ പേടിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് തോൽവി ഭയപ്പാടുള്ളത് കൊണ്ട് മാത്രമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ബംഗാൾ രാഷ്ട്രീയത്തിൽ ആക്രമണങ്ങൾ പുതിയ കാര്യമല്ല. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും നാം കണ്ടത് വലിയ തോതിലുള്ള ആക്രമണങ്ങളായിരുന്നു. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക, ബൂത്തുകൾ പിടിച്ചെടുക്കുക തുടങ്ങിയ രീതികൾക്ക് അന്ത്യം കുറിക്കാനാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റെക്കോർഡ് എണ്ണം കേന്ദ്രസേനയെ ബംഗാളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇനി ഇവിടെയാണ് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി പ്രകടമാകുന്നത്. സാധാരണക്കാരന് ഭയമില്ലാതെ വോട്ട് ചെയ്യാൻ കേന്ദ്രസേന കാവലൊരുക്കുമ്പോൾ പഴയ രീതിയിലുള്ള തരികിടകളൊന്നും നടക്കില്ലെന്ന് മമതയ്ക്കറിയാം. അതുകൊണ്ടാണ് കേന്ദ്രസേന അങ്ങ് പോകുമെന്ന് അവർ ആവർത്തിക്കുന്നത്. സേനയുടെ സാന്നിധ്യം തൃണമൂൽ ഗുണ്ടകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തടസ്സമാകുന്നു എന്നതാണ് മമതയെ ചൊടിപ്പിക്കുന്നത്. മമതയുടെ ഭീഷണികൾക്ക് മറുപടിയായി അമിത്ഷാ നൽകിയ ഉറപ്പ് വളരെ കൃത്യമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ സേനയെ പിൻവലിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ 60 ദിവസം വരെ, അതായത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങൾ തടയാൻ കേന്ദ്രസേന ബംഗാളിൽ തുടരും. മോദി സർക്കാരിന്റെ ഈ നീക്കം ഉദ്യോഗസ്ഥർക്കും സാധാരണക്കാർക്കും വലിയ ആശ്വാസമാണ് നൽകുക. നിങ്ങൾ ഭയപ്പെടേണ്ട, കേന്ദ്രം നിങ്ങളോടൊപ്പമുണ്ട് എന്ന സന്ദേശമാണ് ഇതിലൂടെ പ്രധാനമന്ത്രി നൽകുന്നത്. പോലീസുകാർക്ക് അവരുടെ ജോലി നിഷ്പക്ഷമായി ചെയ്യാൻ ഇത് കരുത്തു നൽകുകയാണ്. ഇതിനെയാണ് മമത ഇപ്പോൾ വിമർശിക്കുന്നത്. ക്രമസമാധാനം തന്റെ കയ്യിലാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്രം തയ്യാറാണെന്ന് മോദിയും അമിത്ഷായും തെളിയിക്കുകയാണ്. ബംഗാളിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആക്രമണ രാഷ്ട്രീയത്തിന് പകരം വികസനത്തിന്റെയും സമാധാനത്തിന്റെയും രാഷ്ട്രീയം വരണമെന്നാണ് ഓരോ വോട്ടറും ആഗ്രഹിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെ വരെ വലിച്ചിഴച്ചുകൊണ്ടുള്ള മമതയുടെ ഈ പ്രസംഗം ജനാധിപത്യത്തിന് ഒട്ടും യോജിച്ചതല്ല. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ പ്രതികരണങ്ങളും പ്രധാനമന്ത്രിയുടെ ഉറച്ച നിലപാടുകളും വോട്ടർമാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വെറുമൊരു വോട്ടെടുപ്പല്ല, മറിച്ച് ഭയത്തിനെതിരെയുള്ള പോരാട്ടമാണ്. മമതയുടെ ഈ ഭീഷണിയെ വെറും ഒരു തിരഞ്ഞെടുപ്പ് പ്രസംഗമായി കാണാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത ആക്രമണങ്ങളായിരുന്നു. അന്ന് ഫലം വന്നതിനു പിന്നാലെ പ്രതിപക്ഷം പ്രവർത്തകർക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാക്കി. വീടുകൾ തകർക്കപ്പെട്ടു. ആളുകൾക്ക് സ്വന്തം ഗ്രാമങ്ങൾ വിട്ട് ഓടേണ്ടി വന്നു. ആ ഒരു സാഹചര്യം ഇത്തവണ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. കേന്ദ്രസേനയെ മുൻകൂട്ടി വിന്യസിച്ചതും ഫലത്തിന് ശേഷവും അവർ അവിടെ തുടരുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചതും വെറുതെയല്ല. ജനാധിപത്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു കേന്ദ്ര ഭരണകൂടം കൂടെയുള്ളപ്പോൾ ഗുണ്ടാ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനാകുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്. മമതാ ബാനർജിയുടെ പ്രസംഗം പരിശോധിച്ചാൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമാവും. ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ എത്രത്തോളം വില കുറച്ചാണ് കാണുന്നതെന്ന്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥ സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് വരുന്നത്. എന്നാൽ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ കയ്യിലുണ്ട് എന്ന് പറയുന്നതിലൂടെ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ മാനസികമായി തളർത്താനാണ് അവർ ശ്രമിച്ചത്. ഇത് കേവലം BJPയോടുള്ള എതിർപ്പല്ല,
മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഇനി ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഒരു രക്ഷകനായി മാറുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. ബംഗാളിലെ അമ്മമാരോടും സഹോദരങ്ങളോടും മോദി സർക്കാർ പറയുന്നത് ഒന്ന് മാത്രം: നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ബൂത്തുകളിലേക്ക് സമാധാനപരമായി കടന്നു ചെല്ലാനും നിങ്ങളുടെ വിരൽത്തുമ്പിലെ അധികാരം വിനിയോഗിക്കാനും കേന്ദ്രസേന വഴി തുറക്കും. മമതയുടെ ഭീഷണി രാഷ്ട്രീയത്തിന് മറുപടി നൽകേണ്ടത് ബാലറ്റിലൂടെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മെയ് 4 കഴിഞ്ഞാലും നിങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം കൂടെയുണ്ടാകുമെന്ന അമിത്ഷായുടെ വാക്ക് ബംഗാളിലെ ഓരോ സാധാരണക്കാരനും വലിയൊരു ധൈര്യമാണ് നൽകുന്നത്. മമതാ ബാനർജി എന്ന ഭരണാധികാരിക്ക് മുന്നിൽ ഇതിനു മുൻപും പലരും പതറിപ്പോയിട്ടുണ്ടാകാം. എന്നാൽ നരേന്ദ്രമോദിയും അമിത്ഷായും അങ്ങനെയല്ല. മമത ഭീഷണി മുഴക്കുമ്പോൾ കേന്ദ്രം പ്രവർത്തിച്ചാണ് കാണിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും ഇന്ന് കേന്ദ്രസേനയുടെ സാന്നിധ്യമുണ്ട്. അമിത്ഷാ ആവിഷ്കരിച്ച സീറോ വയലൻസ് മോഡൽ എങ്ങനെയാണ് പ്രായോഗികമാകുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ഇതിനെ വെറുമൊരു രാഷ്ട്രീയ നീക്കമായി കാണാൻ കഴിയില്ല. മറിച്ച് വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണക്കാരന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു രക്ഷാ കവചം തന്നെയാണ് ഈ മോദി ഷാ കൂട്ടുകെട്ട്. ഈ പോരാട്ടം വെറുമൊരു മമതയും BJPയും തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ബംഗാളിലെ ഓരോ സാധാരണക്കാരനെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുന്ന ഒരു സാധാരണ വോട്ടർ എന്തായിരിക്കും ചിന്തിക്കുക? പോലീസുകാരെ പോലും ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ തങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന പേടി അവരിൽ ഉണ്ടാകില്ലേ? ഇവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രസക്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുന്ന ഉറപ്പ് വെറുമൊരു രാഷ്ട്രീയ വാഗ്ദാനമല്ല, അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുടെ സംരക്ഷണമാണ്. ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ കേന്ദ്രം ചെയ്യുന്നത്. ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്രയധികം കേന്ദ്രസേനയെ വിന്യസിക്കേണ്ടി വരാറില്ല. എന്തുകൊണ്ട് ബംഗാളിൽ മാത്രം ഇത് സംഭവിക്കുന്നു? ഇത് മമതാ ബാനർജി സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു കാലത്ത് വിപ്ലവത്തിന്റെയും സംസ്കാരത്തിന്റെയും നാടായിരുന്ന ബംഗാൾ ഇന്ന് ഭീഷണി രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി മാറിയത് ആരുടെ പിഴവാണ്? ഉദ്യോഗസ്ഥരെ വിരട്ടി നിർത്തി ഭരണം നിലനിർത്താമെന്ന് കരുതുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തിലേക്ക് ബംഗാളിനെ എത്തിക്കണമെങ്കിൽ ഇത്തരം ഗുണ്ടാ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചേ മതിയാകും. ഇനി ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും: ജനങ്ങളെ ഭയപ്പെടുത്തി അധികകാലം ആർക്കും ഭരിക്കാൻ കഴിയില്ല. അധികാരം എന്നും ജനങ്ങളുടെ കയ്യിലാണ്. ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ കേന്ദ്രസേനയ്ക്കൊപ്പം തന്നെ ജനങ്ങളും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത്. മമതയുടെ ഭീഷണി സ്വരങ്ങൾ ഒരുപക്ഷെ അവരുടെ പതനത്തിന്റെ തുടക്കമായിരിക്കാം. അമിത്ഷായുടെ കൃത്യമായ നീക്കങ്ങളും മോദിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ഒരു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നവർ എത്ര വലിയവരായാലും അവർക്ക് തിരിച്ചടി ലഭിക്കും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ബംഗാളിൽ കാണുന്നത്. കേന്ദ്രസേന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അവിടെ തുടരുമെന്ന തീരുമാനം ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനം ബംഗാളിലെ ഓരോ ഉദ്യോഗസ്ഥനും ഓരോ വോട്ടർക്കും ഒപ്പമുണ്ടാകും. ഭയത്തിന് സ്ഥാനമില്ലാത്ത സമാധാനപരമായ ഒരു ബംഗാൾ, അതാണ് നമ്മുടെ ലക്ഷ്യം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? മമതയുടെ ഈ വാക്കുകൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കും? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.